ഞാൻ വായിച്ച ഭാഗം ശലോമോന്റെ പ്രാർത്ഥനയാണ്, സോളമൻ രാജാവിൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന. എന്താ പറയുന്നത്? എനിക്ക് ധനവും വേണ്ട, പ്രശസ്തിയും വേണ്ട, നിന്റെ പ്രജകളെ നടത്തിക്കൊണ്ടുപോകാനുള്ള ജ്ഞാനം മതി എന്ന വിസ്ഡം. പിന്നെ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ്. വേറൊന്നും വേണ്ട, ധനവും വേണ്ട, പ്രശസ്തിയും വേണ്ട, നിന്റെ പ്രജകളാണ്, അവരെ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനം മാത്രം മതിയെന്നാണ്. ഏതൊരു വ്യക്തിക്കും ഹാർഡ് വർക്കും ടാലൻറ്റും പിന്നെ കുറച്ച് ലക്കും ഉണ്ടെങ്കിൽ ലൈഫിൽ വലിയ സക്സസ് ആവാൻ പറ്റും. പക്ഷേ ആ സക്സസ് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ, അതിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ വിസ്ഡം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് പേരെ നമുക്കറിയാം, ഈ ഓവർനൈറ്റ് സക്സസ് ആയവരെ. അവർ അതുപോലെ തന്നെ പെട്ടെന്ന് ഡൗൺഫോൾ ആയതും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം പലപ്പോഴും അവർക്ക് ആ സക്സസ്, ആ ഒരു പൊസിഷൻ നിലനിർത്തി കൊണ്ടുപോകാനുള്ള വിസ്ഡം ഇല്ലാതെ ആയിപ്പോയി കാണും. ഈ സ്പിരിച്വൽ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന പ്രീസ്റ്റുകൾ, പള്ളിയിലച്ചന്മാർ, പാസ്റ്റേഴ്സ്, അവർ ഒരു പക്ഷെ ഭയങ്കര വിശുദ്ധന്മാരായിരിക്കാം, ബൈബിൾ വചനങ്ങൾ നന്നായിട്ട് അറിയാവുന്നവരും വലിയ പ്രാസംഗികരും ആയിരിക്കാം. പക്ഷെ പരിജ്ഞാനമില്ല എങ്കിൽ, വിസ്ഡം ഇല്ല എങ്കിൽ ഒരു സഭയെ തന്നെ ഇല്ലാതാക്കാൻ കഴിയും. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് ഉദാഹരണങ്ങൾ. എവിടെ നിന്നാണ് നമുക്ക് ഈ പരിജ്ഞാനം കിട്ടുക? സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടുന്നതാണോ? അറിയില്ല. വചനം നമ്മളെ പഠിപ്പിക്കുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു.